നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി തിരഞ്ഞെടുപ്പ് കാലമാണ്. പൊതുവെ കേരളത്തിൽ ചൂട് അധികമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഏതൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും മത്സരിക്കുക, എവിടേക്കായിരിക്കും സ്റ്റാർ മണ്ഡലങ്ങൾ എന്നുള്ള ചർച്ചകളും പല സർവേ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിൽ BJPയെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ അവരുടെ ഏറ്റവും ശക്തയായിട്ടുള്ള വനിതാ നേതാവ് എവിടെയായിരിക്കും മത്സരിക്കുന്നത് എന്നതിൽ BJPയുടെ ചർച്ചകളിലും ആശയക്കുഴപ്പം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആലപ്പുഴയിലെ വിവിധ മണ്ഡലങ്ങളിലും പാലക്കാട് വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളിലും ശോഭയുടെ പേര് ഉയർന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ, R ശ്രീലേഖ, നടൻ കൃഷ്ണകുമാർ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഹരിപ്പാട്, ചെങ്ങന്നൂർ, കായംകുളം, അരൂർ എന്നീ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ശോഭ മത്സരിക്കണമെന്നാണ് ജില്ലാ ഘടകങ്ങളുടെ ആവശ്യം. ഹരിപ്പാട് BJP സമർപ്പിച്ച പട്ടികയിൽ ശോഭയല്ലാതെ മറ്റാരുമില്ല. ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതി കഴിഞ്ഞാൽ 2ാം പേരുകാരിയാണ് ശോഭ. കായംകുളത്തും അരൂരും കഴിഞ്ഞ തവണ BDJS ആണ് മത്സരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2019 ഡോക്ടർ KS രാധാകൃഷ്ണനെ 1,87,729 വോട്ട് ലഭിച്ചപ്പോൾ 2024 ശോഭയ്ക്ക് കിട്ടിയത് 2,99,648 വോട്ടുകളാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനുമാണ് സ്ഥാനാർത്ഥികളാവുക. തിരുവനന്തപുരം മണ്ഡലത്തിൽ ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ പേരാണുള്ളത്. 35,000 വോട്ടിൽ കൂടുതലുണ്ടെന്ന് പാർട്ടി കണക്കാക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയമാണ് ആദ്യം നടക്കുക. ബാക്കി മണ്ഡലങ്ങളിൽ അതത് ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാൽ മതിയെന്നും നിർദ്ദേശമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ മത്സരിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട്. NDAയുടെ ഭാഗമായുള്ള 2020 എന്ന പാർട്ടിയിൽ ചേർന്നാകും മത്സരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടി ചെയർമാൻ സാബു ജേക്കബ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. BJP നടത്തിയ ഇടപെടലാണ് അഖിൽ മാരാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത്. ശ്രീജിത്ത് പണിക്കരെ സ്ഥാനാർത്ഥിയാക്കാനും BJP ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മുൻ ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സുമുള്ള വ്യക്തിയുമാണ് അഖിൽ മാരാർ. ശ്രീജിത്ത് പണിക്കർ ചാനൽ ചർച്ചകളിൽ BJPയെ പിന്തുണച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇരുവർക്കും ജനപിന്തുണയുണ്ട് എന്ന് BJP നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരുന്നു. ഇതുകൊണ്ടാണ് ഇവരെ സ്ഥാനാർത്ഥിയാക്കാൻ BJP ശ്രമം നടത്തിയത്. കോൺഗ്രസുമായും BJPയുമായും ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അഖിൽ മാരാർ. രമേശ് ചെന്നിത്തല, VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പമുള്ള വ്യക്തിയാണ്. സാമൂഹിക വിഷയങ്ങളിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പ്രകടിപ്പിക്കാറുണ്ട്. പല നിലപാടുകളും വിവാദമാകുകയും ചെയ്തിരുന്നു. അഖിൽ മാരാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ 2020 ചേരുമെന്ന വിവരം വന്നിരിക്കുന്നത്. BJPയുടെ സർവേയിൽ വിജയ സാധ്യതയുള്ള വ്യക്തിയായി കണ്ടെത്തിയതിനെ തുടർന്ന് പാർട്ടി നേതൃത്വം അഖിൽ മാരാറുമായി ബന്ധപ്പെട്ടിരുന്നു അത്രേ. എന്നാൽ BJPയിൽ ചേരാൻ അഖിൽ വിമുഖത കാണിച്ചു എന്നാണ് വിവരം. കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതിലുള്ള തടസ്സം അറിയിച്ചു അത്രേ. തുടർന്നാണ് NDAയുടെ ഭാഗമായ 2020 ചേരാൻ ധാരണയായതും സ്ഥാനാർത്ഥിയാകാൻ പോകുന്നതും എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൊട്ടാരക്കര മണ്ഡലത്തിൽ NDAയ്ക്ക് വേണ്ടി അഖിൽ മത്സരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ് അഖിൽ മാരാർ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിലപാടും പാർട്ടി പ്രവേശനവും സംബന്ധിച്ച കാര്യങ്ങളിൽ അദ്ദേഹം വൈകാതെ പ്രതികരണം നടത്തിയേക്കും. അതേസമയം ശ്രീജിത്ത് പണിക്കർ BJP സ്ഥാനാർത്ഥിയാകുന്നതിന് താല്പര്യപ്പെടുന്നില്ല എന്നാണ് സൂചന. BJP കൂടുതൽ വോട്ട് നേടാനും വിജയിക്കാനും സാധിക്കുന്ന 31 A ക്ലാസ് മണ്ഡലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കാമെന്ന വാഗ്ദാനമാണ് ശ്രീജിത്ത് പണിക്കർ മുമ്പിൽ വെച്ചതത്രേ. എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നാണ് അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതെന്നാണ് വിവരം. വൈകാതെ ശ്രീജിത്ത് പണിക്കർ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ നിലപാട് പരസ്യമാക്കിയേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 52 സീറ്റുകളിലേക്കുള്ള സാധ്യതാ പട്ടിക BJP സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിന് കൈമാറി.
പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് പിന്നാലെയാണ് പട്ടിക നൽകിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് പാർട്ടി നേതാക്കൾ സൂചിപ്പിക്കുന്നത്. മിക്കവാറും എ ക്ലാസ് മണ്ഡലങ്ങളിലും ഒരു പേര് മാത്രമാണ് പട്ടികയിലുള്ളത്. ചില മണ്ഡലങ്ങളിൽ 2-3 പേരുകൾ നൽകിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ എല്ലാ സാധ്യത പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട്. മുൻ ഗവർണർമാരായ PS ശ്രീധരൻപിള്ളയും കുമ്മനം രാജശേഖരനും മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വം ഒരുങ്ങുന്നത്. പാർട്ടി ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന നിയമമണ്ഡലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് മാത്രമാണ് പട്ടികയിലുള്ളത്. കഴക്കൂട്ടത്ത് V മുരളീധരനും കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും മത്സരിക്കും. വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയുടെയും നടൻ G കൃഷ്ണകുമാറിന്റെയും പേരുകൾ പട്ടികയിലുണ്ട്. മുൻ അധ്യക്ഷൻ K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തന്നെയാകും വീണ്ടും മത്സരിക്കുക. 2016-ൽ 89 വോട്ടിനും 2021-ൽ 855 വോട്ടിനും കൈവിട്ട മണ്ഡലം സുരേന്ദ്രൻ തന്നെ മത്സരിച്ച് പിടിച്ചെടുക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. MT രമേശിനെ കോഴിക്കോട്ടും തൃശ്ശൂരുമാണ് പരിഗണിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ പേര് പാലക്കാടും കായംകുളത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞതോടെയാണ് കായംകുളത്ത് പരിഗണിക്കുന്നത്. മലമ്പുഴയിൽ C കൃഷ്ണകുമാർ, കൊടുങ്ങല്ലൂർ B ഗോപാലകൃഷ്ണൻ, പാലായിൽ ഷോൺ ജോർജ്, തിരുവല്ലയിൽ അനൂപ് ആന്റണി എന്നിവർക്കാണ് പ്രഥമ പരിഗണന. മുൻ DGP ജേക്കബ് തോമസിനെ തൃശ്ശൂരിലോ ഒല്ലൂരിലോ ഇരിങ്ങാലക്കുടയിലോ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. ചെങ്ങന്നൂരിലും സന്ദീപ് വാചസ്പതിയുടെ പേരിലാണ് പ്രഥമ പരിഗണന. ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പരിഗണിക്കുമ്പോൾ പട്ടികയിലുള്ളവരെ തെരഞ്ഞെടുപ്പ് സമിതിയിൽ നിന്ന് മാറ്റി നിർത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് സംസ്ഥാന അധ്യക്ഷൻ പേരുകൾ രേഖപ്പെടുത്തിയത്. നിയമത്തെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ അധ്യക്ഷൻ തന്നെ മറ്റുള്ളവരുടെ അനുമതിയോടെ സ്വന്തം പേര് എഴുതി ചേർക്കുകയായിരുന്നു. അതേസമയം മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ലാതെ തിടുക്കപ്പെട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കണോ എന്നതിൽ കേന്ദ്ര നേതൃത്വം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വിജയ സാധ്യതയുള്ള വളരെ കുറച്ചു മണ്ഡലങ്ങളിൽ മാത്രം ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം മതിയെന്ന ചിന്തയും കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിരവധി ഏജൻസികളാണ് BJPക്ക് വേണ്ടി സർവേ നടത്തി നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ സംസ്ഥാന നേതാക്കൾ ജില്ലകളിലെത്തി വിജയ സാധ്യതയുള്ളവരുടെ പേരുകൾ സമാഹരിച്ചിരുന്നു. ഇത് രണ്ടും പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി 52 മണ്ഡലങ്ങളിലെ സാധ്യതാ പട്ടിക കേന്ദ്രത്തിന് കൈമാറിയിരിക്കുന്നത്.